അസ്സലാമലൈക്കും. രണ്ട് കിഡ്നി തകരാറിലാണ്. മാറ്റി വെച്ചാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം ആരോരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു കൊച്ച് അത് അനാഥമാക്കി. എല്ലാവരും സഹായിക്കും. എല്ലാവരും എൻ്റെ സഹായിക്കണം. ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരുമല്ല. 1.5 കൊല്ലം കഴിഞ്ഞതേ ഉള്ളൂ. അതൊക്കെ ജീവിച്ച് കൊതിച്ചിട്ടില്ല. പേടിക്കണ്ട, എല്ലാവരും നമ്മളെ സഹായിക്കും. നിങ്ങളിങ്ങനെ നടക്കുന്നത് കാണാൻ എന്നെ കൊണ്ട് പറ്റൂല. എല്ലാവരും നിങ്ങളെ സഹായിക്കുക. സമാധാനപ്പെടും. വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ടവരെ, ഞാൻ റഫ്സൽ ഉളവണ്ണ. വല്ലാത്തൊരു സങ്കട കാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാനാ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ വെളിനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വാർഡ് 3 നൗഫൽ എന്ന് പറയുന്ന 32 വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരന്റെ വീട്ടിലാണ് പ്രിയപ്പെട്ടത്. ഇരുവൃക്കകളും തകരാറിലായിട്ട് സർജറി കഴിഞ്ഞ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ടവന് ഇന്ന് വീണ്ടും വൃക്കകൾ തകരാറിലാകും. അത് കൂടാതെ തന്നെ തനിക്ക് വേറൊരു സർജറി, മേജർ സർജറി നടക്കുകയും വയറൊക്കെ നിങ്ങൾ കണ്ടില്ലേ, കീറി മുറിച്ചിരിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ പ്രിയപ്പെട്ടവരെ? കണ്ടിട്ട് സങ്കടം തോന്നുക. തന്റെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. ഈ സഹോദരി എന്താ പറയുന്നത് നമ്മളോട്? ജീവിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല എന്ന്. തീർത്തും നിർധനരായ ഒരു കുടുംബത്തിൽ നിന്നാണ് നൗഫൽ ഈ സഹോദരിയെ വിവാഹം കഴിച്ചു കൊണ്ടത്. നാളെ നൗഫൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സഹോദരി നാളെ തെരുവിലിറങ്ങേണ്ടി വരും. കാരണം സ്വന്തമായിട്ടൊരു കിടപ്പാട് പോലും ഇല്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും സഹായിച്ചാലേ ഈ കുടുംബം നാളെ സന്തോഷിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, നൗഫൽ എന്ന് പറയുന്ന മനുഷ്യന് 5 നേരം നമസ്കരിച്ച് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന നൗഫലിനാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണം. നൗഫലിന്റെ വൃക്കകൾ മാറ്റി വെക്കാൻ 30 ലക്ഷം രൂപയോളം വേണം. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഏറ്റെടുത്താലേ നാളെ നൗഫലും കുടുംബവും പുഞ്ചിരിക്കുകയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കും. അസ്സലാമു അലൈക്കും. വട്ടപ്പാറ മുസ്ലിം ജമാഅത്ത്, വട്ടപ്പാറയിലെ റാഡോർ മുസ്ലിം ജമാഅത്തിൽപ്പെട്ട നമ്മുടെ സഹോദരൻ നൗഫൽ, അദ്ദേഹം വളരെ അത്യാസന്നമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും യാതൊരു തരത്തിലുള്ള നിവൃത്തിയും ഇല്ലാത്തൊരു കുടുംബമാണ്. വെളിനല്ലൂർ പഞ്ചായത്തിലെ 3-ാം വാർഡ് മുളയറച്ചാൽ വാർഡ് മെമ്പറും നൗഫൽ ചികിത്സാ സഹായനിധിയുടെ ചെയർമാനുമാണ് ഞാൻ. നൗഫലിനെ സംബന്ധിച്ചിടത്തോളം 32 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷമേ ആയിട്ടുള്ളൂ. മുൻപ് തന്നെ ഒരു പ്രാവശ്യം 2 കിഡ്നിയും മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുകയാണ്. നിർഭാഗ്യവശാൽ വീണ്ടും അദ്ദേഹത്തിന് ഈ അസുഖം ഇപ്പോൾ രൂപീകരിച്ച സമിതിയുടെ കൺവീനറാണ്. നൗഫലിന് 2018 കിഡ്നി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തി. തുടർന്ന് അദ്ദേഹത്തിന് ഈ കിഡ്നി ഇൻഫെക്ഷൻ വരികയും ഇപ്പോഴേ ഡോക്ടർമാർ വീണ്ടും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വേണമെന്ന് പറയുകയും ചെയ്തു. ചികിത്സാ സഹായ സമിതിയുടെ ട്രഷറുമാണ്, ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഈ ചെറുപ്പക്കാരൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി, അതിലെ കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു ചികിത്സാ സഹായ സമിതി ഇവിടെ പ്രവർത്തിക്കുന്നത്. എൻ്റെ സെക്രട്ടറിയാണ് ഞാൻ. വളരെ ചെറിയ പ്രായത്തിലെ തന്നെ ഗുരുതരമായ രീതിയിൽ വൃക്കരോഗം ബാധിക്കുകയും വർഷങ്ങളോളമുള്ള ചികിത്സയ്ക്ക് ശേഷം വൃക്ക മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശത്താൽ സമനസ്സുകളുടെ സഹായത്തോടെ ഒരു പ്രാവശ്യം നൗഫലിൻ്റെ വൃക്ക മാറ്റിവെച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു. ഈ കുടുംബത്തെ എനിക്ക് നേരിട്ട് അറിയാവുന്നതും നിർദ്ധരായ കുടുംബമാണ്. ഈ നൗഫൽ അസുഖബാധിതനായതോടുകൂടി ആ കുടുംബം താറുമാറാവുകയും ഈ കുടുംബത്തിൽ നിത്യവൃത്തി കഴിയാൻ യാതൊരുവിധ മാർഗവും. സഹായ സമിതിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ. പേര് അനീഷ് ഖാൻ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും വളരെ അത്യാവശ്യമായിട്ട് അടിയന്തിരമായിട്ട് തന്നെ നൗഫലിനെ സഹായിക്കേണ്ടതുണ്ട്. 19 വയസ്സുള്ള ആ കുട്ടിയുടെയും ആഗ്രഹമാണ്, ഈ മാതാപിതാക്കളുടെ ആഗ്രഹമാണ്. നല്ലവരായ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ജനങ്ങളും
അദ്ദേഹത്തിൻ്റെ ചികിത്സാ സഹായ രീതിയിലേക്ക് സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.